നമ്മുടെ ഹീറോ എൽ ക്യാപിറ്റനിൽ മരണപ്പെട്ട ഒരു ടൂറിസ്റ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ദുരൂഹ സാഹചര്യത്തിലുള്ള ആ മരണത്തെക്കുറിച്ച് അന്വേഷണം തുടങ്ങിയിട്ട് നാളുകളായി. അവളുടെ പേരാണ് ജെയിൻ ഡോ. ഇതൊരു മിനറൽ എക്സ്പേർട്ട് അല്ലെങ്കിൽ കൂടി അവളുടെ ബോഡിയിൽ നിന്ന് വളരെ വിലപിടിപ്പുള്ള ഒരു ഗോൾഡ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഒരു ടാറ്റു എക്സ്ട്രാക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇടതുകാലിന്റെ തുടയുടെ ഭാഗത്തായിട്ട് ഒരു ബുള്ളറ്റിന്റെ മുറിവും മറ്റു മുറിവുകളായിട്ട് അവളുടെ ബോഡിയിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വേട്ട നായ്ക്കളുടെ ആക്രമണത്താൽ സംഭവിച്ചതാകാമെന്നുള്ള അസിസ്റ്റന്റുമാരുടെ സംശയങ്ങളെ തള്ളുന്ന തരത്തിലായിരുന്നു നമ്മുടെ നായകന്റെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇതിനിടയിൽ നായകന്റെ ഒരു ബ്രോക്കൺ ഫാമിലിയുടെ ഒരു ഫ്ലാഷ് ബാക്കും കൂടെയുള്ള കുറച്ച് കൊളീഗ്സിന്റെ ഇദ്ദേഹത്തിനോടുള്ള ഈഗോ ക്ലാഷുകളും വ്യക്തമാകുന്നുണ്ട്. ഒരുപാട് ഉൽക്കകൾ പെയ്യുന്ന ആ മണ്ണിൽ അനാഥമാകുന്ന ഡെഡ് ബോഡികളുടെ എണ്ണവും കൂടി വരികയായിരുന്നു. ഈ ഒരു കഥാസാഹചര്യത്തിന്റെ വെബ് സീരീസിന്റെ രണ്ടാം പതിപ്പിലേക്ക് നിങ്ങൾ ഏവർക്കും സ്വാഗതം. വീണ്ടും അതിമനോഹരമായ നാഷണൽ പാർക്കിന്റെ സീനറികൾ, ഒരു ഭാഗത്ത് കാടിന്റെ വശ്യതയും മറുഭാഗത്ത് ഈ പാറയിടുക്കുകളുള്ള മലയുടെ ഭയാനകമായ മരണഭയം തോന്നുന്ന കഥകളും. ഈ സമയത്ത് ഒരു പെൺകുട്ടി കാടിനുള്ളിൽ കൂടെ നടന്ന് ഒറ്റയ്ക്ക് പോകുന്നതാണ് കാണുന്നത്. അവളുടെ കയ്യിൽ ഒരു ബാഗുണ്ട്. അരുവിയിൽ നിന്ന് അവൾ അല്പം വെള്ളമെടുത്ത് ഒന്ന് ഫ്രഷ് ആവുകയും തുടർന്ന് യാത്ര കണ്ടിന്യൂ ചെയ്യുന്നതാണ് കാണുന്നത്. ഇതിനിടയിൽ തൊട്ടടുത്തുള്ള ഒരു മരക്കൊമ്പിന്റെ ഭാഗം അവളുടെ ബാഗിൽ തട്ടി കീറിയ ബാഗിൽ നിന്നും ചില വസ്തുക്കൾ താഴേക്ക് വീഴുന്നതാണ് കാണുന്നത്. അവൾ യാത്ര തുടരുന്നതിനിടയിൽ അവളുടെ ആ ബാഗ് മരങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചു വെക്കുന്ന രീതിയിലുള്ള ഒരു ബോക്സിൽ നിക്ഷേപിക്കുന്നു. വീണ്ടും യാത്ര തുടരുന്നു. വളരെ ദൂരത്തു നിന്നും ഒരു വെടിയുടെ ശബ്ദം കേൾക്കുകയും അത് ഇവൾക്ക് കൊള്ളുന്നതും വേദന കൊണ്ട് അവൾ നിലത്ത് വീഴുന്നതുമാണ് കാണുന്നത്. ആ പെൺകുട്ടിയുടെ മരണത്തെക്കുറിച്ച് ഒരു തരത്തിലുള്ള തെളിവുകൾ പോലും ആ പാർക്കിൽ നിന്ന് അവർക്ക് ലഭിച്ചില്ല. ഈ സമയം യോസെഫിറ്റോ നാഷണൽ പാർക്കുമായി ബന്ധപ്പെട്ട് മുമ്പും മിസ്സിംഗ് ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആയിട്ടുള്ള ആളായിരുന്നു സാൻ ആൻഡേഴ്സൺ. ഇദ്ദേഹത്തിന്റെ ഡിസപ്പിയറൻസിനെ കുറിച്ചും ഇപ്പൊ ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസവും കെയിൽ ടർണർ, നമ്മുടെ നായകൻ, തന്റെ കുതിരയുമായിട്ടാണ് യോസെമിറ്റ് നാഷണൽ പാർക്കിലേക്ക് പോകുന്നത്. ഈ യാത്രക്കിടയിലാണ് കെയിൽ ടർണറിന് അവളുടെ ഫുഡ് ട്രാക്സിന്റെ ചില ഭാഗങ്ങൾ കണ്ടെത്താൻ കഴിയുന്നത്. കൂടാതെ അവളുടെ ബാഗിൽ നിന്ന് മിസ്സായിട്ടുള്ള ആ ചെറിയ ഡപ്പികൾ എന്താണെന്നും കൂടി അയാളുടെ നിരീക്ഷണത്തിലേക്ക് ഒരു ഗ്ലൗ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ തെളിവുകളെല്ലാം അയാൾ ശേഖരിക്കുകയും ചെയ്തു. ഈ സമയം നാഷണൽ പാർക്കിൽ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയ ഒരാളെയും കൊണ്ട് അവിടെ ഒരു പോലീസുകാരൻ നയ വാസ്കസിന്റെയും കൂടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ പോലീസുകാർക്ക് പെരുമാറ്റത്തിനൊന്നും വ്യത്യാസമില്ല. നല്ല രണ്ട് തെറിയും കൂടി പറഞ്ഞിട്ടാണ് അയാൾ അവിടുന്ന് ഈ പ്രശ്നം ഉണ്ടാക്കിയ ആളെയും കൊണ്ടുപോകുന്നത്. ആക്ച്വലി ഈ ചെറുപ്പക്കാരൻ കുതിരപ്പുറത്ത് സവാരി ചെയ്യുന്നതിന് പകരം ഒരു പശുവിന്റെ പുറത്ത് കയറി ആയിരുന്നു വിനോദസഞ്ചാരം നടത്തിക്കൊണ്ടിരുന്നത്. അവന്റെ ഫോണും നഷ്ടപ്പെട്ടിരുന്നു. ഈ കാര്യം മുഴുവൻ കേൾക്കുമ്പോൾ മനസ്സിലാവും ഇവൻ രണ്ട് കേൾക്കേണ്ടത് തന്നെയാണെന്ന്. ഇതിനിടയിൽ നായ വാസ്കസിന്റെ സീനിയർ ഓഫീസറിനും ഇടയിലുള്ള നർമ്മ സംഭാഷണത്തിൽ ഒരു 4 വയസ്സുകാരിയായ കുട്ടിയുടെ എല്ലാ ദുർവാശികൾക്കാളും കൂടുതലും സ്വഭാവമുള്ള ടർണർ ആയിരുന്നു പിന്നീട് അവരുടെ സംസാര വിഷയം. ടർണറുടെ ഒബ്സർവേഷൻ സ്കില്ലിനെ കുറിച്ച് അയാൾ വാചാലനാവുന്നതാണ് പിന്നീട് കാണുന്നത്. ഇതിന് സമാനമായ രീതിയിലുള്ള ഒരു കമന്റ് ആയിരുന്നു നയ വാസ്കസും പറഞ്ഞത്. അതായത് ജെയിൻ ഡോ അണിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ബ്രേസ്ലെറ്റ് കൂടി കണ്ടെത്താൻ അയാൾക്ക് കഴിഞ്ഞിരുന്നു. ഈ ബ്രേസ്ലെറ്റിന്റെ കാര്യങ്ങളിൽ നിന്നാണ് നയ വാസ്കസിന് 2008-2011 കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള കുറച്ച് ഡിസ്അഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള കിഡ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നാച്ചുറൽ ക്യാമ്പിനെ കുറിച്ച് അറിയാൻ കഴിയുന്നത്. വൈൽഡ് വുഡ് നാച്ചുറൽ അഡ്വഞ്ചേഴ്സ്. അതെ, നയ വാസ്കസ് അവരുടെ വെബ്സൈറ്റ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബ്രേസ്ലെറ്റിന്റെ കാര്യത്തിൽ സ്റ്റക്ക് ചെയ്ത് നിൽക്കുമ്പോൾ പോൾ സ്യൂട്ടർ, അതായത് കെയിൽ ടേണറിന്റെ മെന്ററും ഈ യോസെഫിൻ നാഷണൽ പാർക്കിന്റെ ചീഫ് റേഞ്ചർ കൂടി ആയിട്ടുള്ള നമ്മുടെ പോളേട്ടൻ ഒരു കാര്യം നയ വാസ്കസിനെ ഓർമ്മിപ്പിക്കുന്നത്. അവരുടെ തന്നെ ഒരു ഒഫീഷ്യൽ റൂമിലേക്ക് നയ വാസ്കസിനെയും കൊണ്ട് കയറി ഒരു ബോക്സ് തുറന്നപ്പോൾ അവർക്ക് വിശ്വസിക്കാനായിട്ടില്ലായിരുന്നു. സമാന രീതിയിലുള്ള ബ്രേസ്ലെറ്റുകളുടെ ഒരുപാടെണ്ണം ആ ക്യാമ്പുകളിൽ ഉപയോഗിച്ച പോലുള്ള കാര്യങ്ങളാണ് അവർക്ക് ലഭിച്ചതെന്നും ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ ഇനി എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തു വെച്ചതെന്നാണ് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. നയ വാസ്കസ് അപ്സെറ്റ് ആവുകയാണ് ഈ കാര്യം കണ്ടുകൊണ്ട്. ഈ സമയത്ത് പോളേട്ടന് ടേണറിന്റെ ഒരു കോൾ വരികയാണ്. ടോക്സിക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ലാബ് റിസൾട്ടുകളൊന്നും വന്നിട്ടില്ല, അത് എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ ലഭിക്കേണ്ടതാണെന്നുള്ള കാര്യം ഒന്നുകൂടി റിമൈൻഡ് ചെയ്യാണ്. കൂടാതെ ടർണർ ഒരു കാര്യം കൂടി ചോദിച്ചു, ആ ബ്രേസ്ലെറ്റിന്റെ മുകളിൽ നീ എന്താണ് നോക്കുന്നത്? നയ വാസ്കസ് പറഞ്ഞു, ഞാൻ ഇപ്പോഴാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ ബ്രേസ്ലെറ്റിന്റെ പിറകിൽ പോകുന്നത് അട്ടർ വേസ്റ്റ് ആണ്. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ കോമൺ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. റേഞ്ചർ വാസ്കസിനോട് ഒരു ഓഫീസർ എന്ന രീതിയിലായിരുന്നു പിന്നീട് ടർണർ സംസാരിച്ചത്. ഒരറിവും ചെറുതല്ല എന്ന് പറയുന്ന പോലെ കുറ്റാന്വേഷണത്തിൽ നമുക്ക് ഒരിക്കലും ചെറിയ വിവരങ്ങൾ പോലും മാറ്റിവെക്കാൻ കഴിയില്ല എന്ന്. ഈ സമയം ഫിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള കാസ്റ്റിങ്ങും ചൂണ്ടയും അതിന്റെ മറ്റ് ആക്സസറീസും വിൽക്കുന്ന പയ്യൻ ടേണർ തന്റെ തൊട്ടടുത്ത് വന്ന് വണ്ടി പാർക്ക് ചെയ്യുന്നതും മുന്നോട്ട് പോകുന്നതും കാണുന്നു. ടേണർ നടന്നു പോകുന്നത് തന്റെ ഓപ്പൺ ജീപ്പിന്റെ അടുത്തേക്കാണെന്ന് മനസ്സിലാകുന്ന ആ പയ്യൻ ഓടി ടേണറിന്റെ അടുത്തേക്ക് ചെല്ലുന്നതാണ് കാണുന്നത്. ഈ സമയത്തിന് മുന്നേ ഡാഷ്ബോർഡിന് താഴെ നിന്ന് ലോക്ക് പൊട്ടിച്ച് ഒരു പൗച്ച് നിറയെ എന്തോ ലഹരി വസ്തു ടേണർ
പിടിച്ചെടുക്കുന്നുണ്ടായി. പിന്നീട് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുറയിലേക്ക് മാറുന്ന രീതിയിൽ ടേണർ ആ പയ്യനായിട്ടുള്ള ഫ്രെഡിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. തനിക്ക് ഇതിന്റെ മാർക്കറ്റിംഗ് ഒന്നുമില്ലെന്നും ഞാൻ ജസ്റ്റ് മാരിപ്പോസയിലും മറ്റും പോകുമ്പോൾ ഹാങ് ഔട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നതെന്നും മറ്റൊന്നും ചെയ്യുന്നില്ല എന്ന് അവൻ ആണയിടുമ്പോഴും ഇത് മാത്രമല്ല നിനക്ക് കയ്യിലുള്ള ഒരു ചെറിയ ബോട്ടിൽ എടുത്ത് കാണിച്ചുകൊണ്ട് ഈ ബോട്ടിൽ എന്തോ രാസലഹരി വസ്തു കാണിച്ചുകൊണ്ട് ടേണർ അവനെ വീണ്ടും ചോദ്യം ചെയ്യാണ്. ഇതിന് മിനിമം 3 വർഷമെങ്കിലും നീ ഉള്ളിൽ കടക്കേണ്ടി വരുമെന്നും ഇതിനെക്കുറിച്ച് തനിക്ക് ഒന്നും അറിയുന്നില്ല എന്നും ആ പയ്യൻ പറഞ്ഞിട്ടും ടേണറിന് വിശ്വാസമാവുന്നില്ല. ടേണറിന്റെ അടുത്ത ചോദ്യം ആ ബോട്ടിലിന് താഴെയുള്ള ആ ഇൻഡു മാർക്കിനെ കുറിച്ചായിരുന്നു. അവൻ അതിനെക്കുറിച്ച് അറിയില്ല എന്നും പറഞ്ഞപ്പോൾ തന്റെ മൊബൈൽ ഗാലറിയിൽ നിന്നും ജെയിൻ ഡോയുടെ മരണപ്പെട്ട ആ ഫോട്ടോ എടുത്ത് കാണിച്ചുകൊണ്ട് ഇവളെ അറിയുമോ എന്ന ചോദ്യത്തിന് ആ ഫോണിലേക്ക് നോക്കാൻ പോലും തയ്യാറാവാതെ ഫ്രെഡി അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടേണർ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഈ ഫോട്ടോയിൽ ശ്രദ്ധിച്ച് നോക്കൂ. അതിനുശേഷം ഉത്തരം പറയും, ഈ പെൺകുട്ടി നീ എവിടെ വെച്ചെങ്കിലും കണ്ടിട്ടുണ്ടോ? നിന്റെ ഫ്രണ്ട്സിന്റെ കൂടെയോ നിന്റെ ഏതെങ്കിലും ഹാങ് ഔട്ടിന്റെ സമയത്തോ അല്ലാതെ എങ്ങനെങ്കിലും ഇവളെ മുന്നേ എങ്കിലും കണ്ടു പരിചയമുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. ഇല്ലെന്നായിരുന്നു മറുപടി അവന്റെ. അടുത്ത ചോദ്യം ആ ടാറ്റുവിനെ കുറിച്ചായിരുന്നു. നോർമൽ ടാറ്റു അല്ലാതെ ഒരു ഗോൾഡൻ പ്ലേറ്റ് വരുന്ന ടാറ്റു ആണ്. ആരും അത്തരത്തിലുള്ള ടാറ്റു അടിക്കാമെന്ന് പറഞ്ഞിന്നും ടൈലറിന്റെ അടുത്ത് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. കാരണം ആ പെൺകുട്ടിയെ കുറിച്ചോ ടാറ്റുവിനെ കുറിച്ചോ ഈ പിൽസിനെ കുറിച്ചോ ഒന്നും നിനക്കറിഞ്ഞില്ലെങ്കിൽ പിന്നെ ആർക്ക് എന്നാണ് വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നത്. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അവന്റെ സ്റ്റഫുമായി ടേണർ അവന്റെ വണ്ടിയിലേക്ക് പോവുകയാണ്. ഇവളെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് നീ തന്നാൽ നിന്റെ സ്റ്റഫും തിരിച്ചു തരാമെന്നും മറുപടിയും കൊടുത്തു. ഈ സമയം ഒരു വലിയ ലോഡ്ജിലെ റിസപ്ഷനിസ്റ്റുമായി ടേണർ സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. അവളുടെ മറുപടി ഇങ്ങനെയായിരുന്നു, നിങ്ങൾ ഒരു കാരണവശാലും ഇവിടെ എത്തേണ്ട ആളല്ല, കാരണം ഇതെന്റെ ജോലി സമയമാണെന്നും അയാളെ ഓർമ്മിപ്പിക്കുന്നു. ഇവളുടെ പേരാണ് ലെന. ആ ലോഡ്ജിലെ ഫ്രണ്ട് ഡെസ്കിലായി വർക്ക് ചെയ്യുന്നു. ഇതിനിടയിൽ നമ്മുടെ പോളേട്ടൻ കെയിൽ ടേണറെ കാണാൻ നിൽക്കുന്നു. അവരുടെ സൗഹൃദ സംഭാഷണത്തിനിടയിൽ പറയുകയാണ്, മറ്റൊരു നാഷണൽ പാർക്കിൽ ഒരു സ്പെഷ്യൽ ഏജന്റിനെ ആവശ്യമുണ്ടെന്നും ജെയിൻ ഡേയുടെ കേസ് തൽക്കാലം മിൽച്ചോ അല്ലെങ്കിൽ നയാവാസ്കസ് ഏറ്റെടുക്കട്ടെ എന്ന്. താൻ തൽക്കാലം ഇതിൽ നിന്ന് മാറി നിൽക്കുന്നു ഉപദേശിക്കുകയാണ്. കാരണം നീ ഇത്ര വർഷത്തോളമായി ആ ഒരു ക്യാബിന്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയാണ്. നിനക്കൊരിക്കലും അതിന്റെ പുറത്തേക്ക് വരാൻ കഴിഞ്ഞിട്ടേ ഇല്ല. കൂടാതെ പുലർച്ചെ 2 മണി സമയത്തോട് നീണ്ടു നിൽക്കുന്ന ജില്ലിനെ ശല്യപ്പെടുന്ന രീതിയിലുള്ള അലോസരപ്പെടുന്ന രീതിയിലുള്ള ആ ഫോൺ കോളുകൾ ഒരു ചങ്ങലയിൽ ഇട്ട പോലെ. അതുകൊണ്ട് നിനക്ക് ഈ കേസിൽ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും കൂടിയാണ് പോളേട്ടൻ കൂട്ടിച്ചേർക്കുന്നത്. ടേണറിന് ഇതിനൊരൊറ്റ മറുപടിയുള്ളൂ, ജില്ലിനോട് ഞാൻ പറഞ്ഞോളാം, ഇനി അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കില്ല. ഈ കേസ് അന്വേഷണം താൻ ആപ്റ്റ് ആണെന്നും ഞാൻ ഓക്കെ ആണെന്നും ടേണർ കൂട്ടിച്ചേർക്കും. ഇതും പറഞ്ഞുകൊണ്ട് ടേണർ വിട പറയാണ്. തന്റെ ക്ലയൻസിന് ആ അപ്പർ ക്ലാസ് ലെവൽ ഹോം വില്ല എത്രത്തോളം ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞ് ക്യാൻവാസ് ചെയ്യുമ്പോഴാണ് അവൾക്ക് ടേണറിന്റെ വക ഒരു കോൾ വരുന്നത്. എല്ലാ സമയവും അലാറം അടിയുന്ന പോലെ പോൾ സോട്ടറിനെ നമ്മളുടെ ഇടയിലേക്ക് വിളിച്ചു വരുത്തേണ്ട കാര്യമുണ്ട്. ഇനി അവളുടെ ഫാമിലി ലൈഫിലേക്ക് ഇങ്ങനെ ഇനി കോളുകളായി വന്ന് ശല്യം ചെയ്യില്ല എന്ന് ടേണർ ഉറപ്പ് നൽകിക്കൊണ്ട് കോൾ കട്ട് ചെയ്യും. ഈ സമയം കെയിൽ ടേണറെ ഒരു ലേഡി കാത്തിരിപ്പുണ്ടായിരുന്നു അയാളുടെ വീട്ടിൽ, എസ്തർ അവലോസ്. ഇവരെയാണ് സീൻ ആൻഡേഴ്സിന്റെ ഫാമിലി അദ്ദേഹത്തിന്റെ മിസ്സിങ്ങിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. കാലിഫോർണിയ കോടതിയിൽ 5 വർഷമായിട്ട് ഇദ്ദേഹത്തിന് മിസ്സിംഗ് കേസ് ഫയൽ ചെയ്ത് കിടക്കുന്നുണ്ട്. ഇതുവരെ ഒരു തുമ്പും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങളെ കുറിച്ചുള്ള വ്യക്തത ലഭിക്കാൻ വേണ്ടിയിട്ടാണ് മിസ്റ്റർ ടേണറെ ഞാനിപ്പോൾ കാണാൻ വന്നിരിക്കുന്നത്. അതായത് സാൻ ആൻഡേഴ്സൺ മിസ്സിംഗ് ആയ 2 ദിവസത്തിന് ശേഷം അദ്ദേഹത്തിന്റെ വെഹിക്കിൾ നാഷണൽ പാർക്കിന്റെ സൈഡിൽ സർവീസ് റോഡിനടുത്തായി പാർക്ക് ചെയ്യപ്പെട്ടായി കണ്ടെത്തിയിട്ടുണ്ട്. അത് താങ്കളാണ്. ഈ സമയം സാൻ ആൻഡേഴ്സൺ പാർക്കിലേക്കാണ് പോയത് എന്നുള്ള അയാളുടെ ഫുട് പ്രിന്റോ മറ്റു കാര്യങ്ങളോ ട്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. ഒരു കാട്ടിൽ ഒരാളുടെ ഫുട് പ്രിന്റ് ട്രേസ് ചെയ്യാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നും മറുപടിയായി കിട്ടുകയാണ്. കുറച്ച് ദിവസങ്ങൾ ശേഷം 3 ക്യാമ്പേഴ്സ് അവർ ഷെരീഫ് ഡിപ്പാർട്ട്മെന്റുമായി സംസാരിച്ചത് വഴി സീൻ ആൻഡേഴ്സണുമായി അവർ കോൺടാക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള ഡീറ്റെയിൽസ് കൂടി പറയപ്പെട്ടിട്ടുണ്ട്. അതൊരു ക്യാമ്പ് ഗ്രൗണ്ട് സൈറ്റ് ആയിരുന്നു എന്നും ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ടേണർ അവിടെയൊന്നും പ്രത്യേകിച്ചൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷെ എസ്തർ പറയുന്നത് സാൻഡേഴ്സൺ ആ സ്ഥലത്ത് വെച്ച് മീറ്റ് സി അറ്റ് നോർത്ത് പൈൻസ് എന്ന് കുത്തിക്കുറിച്ച് നിൽക്കുന്ന രീതിയിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കാര്യത്തിൽ അയാളുടെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ മുഴുവനായിട്ട് ക്രോസ് ചെക്കിംഗ് നടന്നിട്ടുണ്ടെന്നും അതിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും ലഭിച്ചിട്ടില്ലെന്നും അയാൾ പറയാം. സീൻ ആൻഡേഴ്സന്റെ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് 1 വീക്ക് നിങ്ങളായിരുന്നു ഹെഡ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് ടേണറോട് പറയാം. അത് കഴിഞ്ഞ ശേഷം മറ്റു റേഞ്ചേഴ്സിലേക്കാണ് അന്വേഷണം പോയത്, സെർച്ചിങ്ങും മറ്റുമായി. ഇതിൽ എന്തെങ്കിലും ഒരു ഫൗൾ പ്ലേ നടന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ടേണറോട് വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആ മിസ്സിംഗുമായിട്ടും കേസുമായിട്ടും മറ്റു ബന്ധങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നും ഞാൻ മറ്റൊരു ട്രാക്കിലായിരുന്നു എന്നും മറുപടിയായി കിട്ടുകയാണ്. എസ്തർ വീണ്ടും ചോദിക്കുന്നത് മറ്റൊന്നുമല്ല, നിങ്ങൾ പേഴ്സണൽ മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് 2-3 മാസങ്ങൾക്ക് മുന്നേ ഒരു ലോങ് ലീവിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. അതും സീൻ ആൻഡേഴ്സന്റെ മിസ്സിംഗ് കേസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ ചോദ്യത്തിൽ നിന്നും ടേണർ ഒഴിഞ്ഞു മാറുന്നു. എസ്തർ പോയതിനു ശേഷം ടൈലർ തന്റെ വീടിന്റെ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറി കഥ കടച്ചുകൊണ്ട് പഴയകാല ആ രംഗങ്ങളെല്ലാം ഓർമ്മയിലെടുക്കുകയാണ്. പെട്ടെന്ന് പുഴയോരത്ത് ഒരു ഡെഡ് ബോഡിയും മറ്റും കണ്ടതിന് ശേഷം തന്നെ കാമാക്കാൻ വേണ്ടി താനും തന്റെ മകനുമുള്ള രംഗങ്ങൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നതാണ്. പിന്നീട് അടുത്ത സെക്കൻഡിൽ നയാവാസ്കസ് ഡോറിൽ മുട്ടുന്ന സൗണ്ട് ടോക്സിക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ലാബ് റിസൾട്ട് 0 എവിഡൻസ് ആണെന്നും നെക്സ്റ്റ് മൂവുമായി നാഷണൽ പാർക്കിലേക്ക് ഇവർ രണ്ടുപേരും ഹോഴ്സ് റൈഡിങ്ങിലൂടെ പോവുകയാണ്. നാഷണൽ പാർക്കിൽ എത്തുന്ന 10% പോലും ആളുകൾ ഈ സ്ഥലങ്ങളിലേക്ക് ഒന്നും എത്തിപ്പെടില്ല എന്നും അതിന് കുതിരസവാരി കൊണ്ടേ പറ്റുള്ളൂ എന്നും ഇവരുടെ
ഇവരുടെ യാത്രക്കിടയിൽ ടൈലർ കൂട്ടിച്ചേർക്കുകയാണ്. ഈ സമയം നാഷണൽ പാർക്കിന്റെ പെർമിഷൻ ഇല്ലാതെ ഒക്യുപ്പൈ ചെയ്യുന്ന കുറച്ച് ക്യാമ്പേഴ്സിനെ ഇവർ കാണുകയുണ്ടായി. സ്ട്രേഞ്ചേഴ്സിനെ കണ്ട രീതിയിൽ ക്യാമ്പിലുള്ള എല്ലാ ആളുകളും ചെറുതായി ഒന്ന് അജിറ്റേറ്റഡ് ആവുന്നുണ്ട്. ഇവർ അടുത്തേക്ക് വന്നതിന് ശേഷം ആ കൂട്ടത്തിലുള്ള ഒരു എൽഡർ ലേഡി ടേണറിനോട് ചോദിക്കുന്നത്, ഇതൊരു ന്യൂ ഫേസ് ആണല്ലോ കൂടെയുള്ളത്, ഞങ്ങളെ ഹരാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇവരെ കൂടെ കൂട്ടിയത്? ഞങ്ങൾ ഈ നാട്ടിൽ ഈ നാച്ചുറൽ എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രം വന്നവരാണ്, മറ്റൊരാളെ ഞങ്ങൾ ഉപദ്രവിക്കാറില്ല. ഇതായിരുന്നു മറുപടി. ടേണറും ആ എൽഡർ ലേഡിയും തമ്മിലുള്ള സംസാരത്തിൽ നമുക്ക് മനസ്സിലാവും അവർ പരിചയക്കാരാണെന്നും. ഇതിനിടയിൽ സ്വാഭാവികമായിട്ടുള്ള മറ്റു ചോദ്യങ്ങളും കാര്യങ്ങളെല്ലാം അവരുടെ ഇടയിൽ ചോദിക്കപ്പെടുന്നുണ്ട്. അതെ, ജെയിൻ ഡോയിനെ കുറിച്ച്. വളരെ സ്ട്രേഞ്ച് ആയി പെരുമാറുന്ന ഈ ക്യാമ്പേഴ്സിനിടയിലുള്ള ഒരു പെൺകുട്ടിക്ക് എന്തോ പറയാനുള്ളത് പോലെ വാസ്കസിന് ഫീൽ ചെയ്യുന്നത് വഴി അവളുടെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് കൂടെയുള്ള എല്ലാ ആളുകളും വാസ്കസിനെ ത്രട്ടൻ ചെയ്യുന്ന രീതിയിൽ സറൗണ്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ടൈലറുടെ ഇൻസ്ട്രക്ഷൻ വരികയാണ്, സ്റ്റോപ്പ് ചെയ്തോളൂ, ഇവിടുത്തെ കാര്യങ്ങൾ മതിയായി, നമ്മൾ തിരിച്ചു പോവുകയാണ്. ആ സ്ഥലത്ത് ഇവർ വിഡ്രോ ചെയ്യുന്നതിനിടയിലും ടൈലർ ഇവളോട് പറയുന്നത് ഈ കൂട്ടത്തിൽ നിന്ന് അവൾക്ക് ഇനി എന്തെങ്കിലും അറിയെങ്കിൽ തന്നെ അവൾ ഒന്നും വിട്ടു പറയാൻ പോകുന്നില്ല. മറ്റൊരു കാര്യമാണ് ഇവരുടെ ഇടയിലുള്ള ഏബലോ എന്ന് പറയുന്ന ഒരു ചീർ ലീഡറിന്റെ കാര്യം. വാസ്കസിനോട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞുകൊണ്ട് ടൈലർ ദൂരേക്ക് പോയി. വാസ്കസ് യാത്ര ചെയ്തെത്തിയത് ഒരു കുന്നിൻ മുകളിലുള്ള മാൻകൂട്ടത്തിന് നടുവിലേക്കായിരുന്നു. പെട്ടെന്നുള്ള എന്തോ ഒരു ശബ്ദത്തിന് പുറമെ ആ മാൻകൂട്ടത്തിന്റെ കൂടെ തന്നെ വാസ്കസിനെ അവിടെ തനിച്ചാക്കിക്കൊണ്ട് അവളുടെ കുതിരയും ഓടിപ്പോകുന്നു. ഈ സമയം മറ്റൊരിടത്ത് ഒരു പേടമാൻ അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കുന്നതിനിടയിൽ വെടികൊണ്ട് വീഴുന്നു. ആ മാനിനെ എടുത്തുകൊണ്ട് തന്റെ ഓഫ് റോഡ് വെഹിക്കിളിൽ ആ ഷൂട്ടർ എത്തിച്ചേർന്നത് ടേണറിന്റെ കുതിരയുടെ അടുത്താണ്. തൊട്ടടുത്ത് തന്നെ ടേണർ ഇരിക്കുന്നത് കാണുന്നു. ഇവരുടെ സംസാരത്തിന് മനസ്സിലാകാം ഇവർ പരിചയക്കാരാണെന്നും. ടേണറിനെ കുറിച്ച് കാര്യങ്ങളുടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഷെയിന്റെ അടുത്ത് എത്തിയതെന്നും ആ സംശയങ്ങൾ തീർക്കാൻ ടേണർ ഷെയിന്റെ ഹണ്ടിങ്ങിനെ കുറിച്ച് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഷെയിൻ, നീ ഹണ്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും വേട്ടനായ്ക്കളോ മറ്റോ ഒരു പെൺകുട്ടിയെ ഓടിക്കുന്നതോ മറ്റോ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഉണ്ടെന്നായിരുന്നു ഷെയിന്റെ മറുപടി. ഞാൻ ക്യാമ്പ് ചെയ്ത കാര്യങ്ങളെല്ലാം നിനക്ക് എങ്ങനെയാ മനസ്സിലായതെന്ന് ടൈലോട് ചോദിച്ചപ്പോൾ, നീ നിന്റെ തെളിവുകളൊന്നും നശിപ്പിക്കാറില്ലല്ലോ, ഒരു വൈൽഡ് ലൈഫ് തന്നെയല്ലേ നീയും കൊണ്ടുപോകുന്നത്. ഏബൽ ഒരു സന്യാസി പോലെ സ്പിരിച്വൽ ലൈഫ് കൊണ്ടുപോകുന്ന ഒരാളാണ്. അയാൾക്ക് എന്തിനാ ഇത്തരത്തിലുള്ള ഒരു സിക്ക് ആയിട്ടുള്ള ഒരു ഡിയറിനെ എന്ന ടേണറുടെ ചോദ്യത്തിന് ഞാൻ എന്റെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ എന്നായിരുന്നു ഷെയിന്റെ മറുപടി. ജെയിൻ ഡോനെ കുറിച്ചുള്ള കൂടുതൽ ചോദ്യങ്ങൾക്കോ ഉത്തരങ്ങൾക്കോ ഷെയിൻ നിന്ന് കൊടുക്കുന്നുമില്ല. സംസാരത്തിനിടയിൽ ടേണർ ഷെയിന്റെ തോക്കെടുക്കാൻ നോക്കുമ്പോൾ, ഞാൻ താങ്കളുടെ അസിസ്റ്റന്റായി വർക്ക് ചെയ്യുന്ന ഒരാളല്ല എന്ന് കൂടി ഷെയിൻ ഓർമ്മപ്പെടുത്തുന്നതാണ് കാണുന്നത്. തന്റെ തോക്ക് തൊടുന്നതിലുള്ള വിശ്വാസക്കുറവാണ് ഷെയിൻ ടേണറിനോട് ഇപ്പം കാണിച്ചത്. ടേണറിന് ഈ തോക്കിന് ജസ്റ്റ് വെയിറ്റ് എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടി മാത്രമാണെന്നും മറ്റൊരു ദുരുദ്ദേശവും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ടേണറിന്റെ പിസ്റ്റല് ഷെയിന് കൈമാറിയതിനു ശേഷം മാത്രമാണ് ആ തോക്കെടുത്ത് എയിം ചെയ്ത് അതിന്റെ ഫീല് ടേണർ മനസ്സിലാക്കുന്നത്. ഈ മൂടൊന്ന് മാറ്റി പിടിക്കാൻ വേണ്ടി ഷെയിന്റെ മാക്സിമം അക്യുറസി എത്രയാന്ന് വരെ ഉള്ള ചോദ്യങ്ങളാണ് പിന്നീട് ഉണ്ടായത്. ഇതിനിടയിൽ വളരെ ട്രിക്കിയായി തൊട്ടടുത്തുള്ള ഒരു മരത്തിന്റെ മുകളിലേക്ക് ആ തോക്കിൽ നിന്ന് ഫയർ ചെയ്ത് അതിന്റെ ബുള്ളറ്റ് ടേണർ കയ്യിലാക്കുകയാണ്. തന്റെ അന്വേഷണത്തിന് വേണ്ടുന്നത് അവിടുന്ന് കിട്ടിയത് കൊണ്ട് ടേണർ അവിടുന്ന് ഒരു ബായും പറഞ്ഞിട്ട് ഇറങ്ങിയാണ്. ഇതിനിടയിൽ നയാവാസ്കസിന്റെ ഒരു ബ്രോക്കൺ ഫാമിലിയുടെ ചെറിയ രംഗമാണ് കാണുന്നത്. തന്റെ കുട്ടിയെ പിക്ക് ചെയ്യാൻ പോകുമ്പോൾ അവിടെ അവളുടെ എക്സ് ഹസ്ബൻഡ് കുട്ടിയെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അടുത്ത രംഗത്തിൽ ഫ്രെഡി ഒരു ടാറ്റു സ്റ്റുഡിയോയിലേക്ക് കടന്നു ചെല്ലുന്നതാണ് കാണുന്നത്. അവിടെ ഒരു ലേഡിക്ക് വേണ്ടി ഒരു കിങ് ഫിഷറിന്റെ ടാറ്റു അടിക്കുന്ന ടാറ്റു ആർട്ടിസ്റ്റിനോട് ഫ്രെഡി ചോദിക്കുകയാണ്, നിനക്ക് ഗോൾഡ് ടാറ്റുവിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ? ടാറ്റു അടിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് അയാൾക്ക് ചെറുതായിട്ടൊന്ന് മൈൻഡ് ഡിസ്ട്രാക്ട് ആവുന്ന മനസ്സിലാവും. ഫ്രെഡിയോട് ടേണർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവൻ അവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഗോൾഡ് ടാറ്റുവിന്റെ കാര്യവും പിൽ ബോട്ടിലിനടിയിലുള്ള അതേ മാച്ച്ഡ് ആയിട്ടുള്ള ഗോൾഡ് ക്രോസ് സൈനും എന്റെ കയ്യിലും വേറെ പണമൊന്നുമില്ല, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കൊടുത്താൽ മാത്രമേ അയാൾ എന്റെ ആ സ്റ്റഫ് തിരിച്ചു തരൂ. ഇത് പറഞ്ഞ് തീർന്ന നേരം ടാറ്റു ആർട്ടിസ്റ്റ് ഫ്രെഡിയോട് വളരെ റൂഡായിട്ടാണ് സംസാരിക്കാൻ തുടങ്ങിയത്. ആ സ്റ്റഫ് അയാളുടെ കയ്യിൽ തന്നെ നിന്നോട്ടെ, നീയും ഞാനുമായി മറ്റു ബന്ധങ്ങളൊന്നും ഇല്ല ഇവിടെ, നീ ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങി പോകണം എന്ന് പറഞ്ഞിട്ട് ആട്ടി പുറത്തു വെക്കുകയാണ് ചെയ്തത്. ടാറ്റു സ്റ്റുഡിയോ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ടെഡിക്ക് ലിൻസൺ ആയിട്ടുള്ള ആ ടാറ്റു ആർട്ടിസ്റ്റ് ഒരു മെസ്സേജ് അയക്കുകയാണ്, ഈ കാര്യങ്ങളെല്ലാം വിട്ടോ, അവിടെ പ്രത്യേകിച്ച് നല്ലതായി നിനക്ക് ഒന്നും ലഭിക്കാനില്ല. ടേണ് തന്റെ കയ്യിൽ കിട്ടിയ ആ ബുള്ളറ്റിന്റെ പാർട്ടുമായി മാരിപ്പോസിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ലാബ് ടെസ്റ്റിലേക്ക് എത്തിയതാണ്. അവിടെയുള്ള ബാലിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനായിരുന്നു എത്തിയത്. ലാബ് ക്ലോസ് ആയിട്ടുണ്ടെങ്കിലും ഡീറ്റെയിൽസ് നാളെ തന്നെ, അതായത് ഈ സെയിം ടൈപ്പ് ബുള്ളറ്റ് വൂണ്ട് തന്നെയാണോ ജെയിൻ ഡോയ്ക്ക് ഏറ്റതെന്ന് കൺഫേം ചെയ്യണം. തനിക്ക് വേണ്ട സ്റ്റഫ് വീണ്ടും മാരിപ്പോസയിൽ നിന്നുള്ള ഒരു ഷോപ്പിൽ നിന്ന് ടെഡി പർച്ചേസ് ചെയ്യുന്നു. എന്നിട്ട് തന്റെ ജീപ്പിലേക്ക് കയറുമ്പോഴാണ് ഒരു അജ്ഞാതനായ ഒരാൾ പിറകിൽ നിന്ന് കഴുത്ത് കൂട്ടി പിടിക്കുന്നത് മനസ്സിലാവും. നാഷണൽ പാർക്കിലെ ഒരു വീക്കെൻഡ് പാർട്ടിക്കിടയിൽ ടേണറും അവരുടെ എക്സ് വൈഫും കണ്ടുമുട്ടുന്നു. ഇങ്ങനെയൊന്നും സംഭവിച്ചത് ഇവരുടെ പോളേട്ടന്റെ ആനിവേഴ്സറിയാണ്. ഈ സമയം പോളേട്ടനെ ടേണറും അവന്റെ ജില്ലും എല്ലാ ആൾക്കാരും വിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ജില്ലിന്റെ ഇപ്പോഴത്തെ ഹസ്ബൻഡ് ഇവരുടെ ഇടയിലേക്ക് വരുന്നത്. എന്നിട്ട് പോളേട്ടനെയും അവരുടെ വൈഫിനെയും വിഷസ് അറിയിക്കുകയും ഇത് അവരുടെ 40th ആനിവേഴ്സറി ആണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ കാലഘട്ടത്തിൽ 40 വർഷം വരെ ഒരുമിച്ച് ജീവിക്കുക കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണെന്ന് ടേണറിനെ ഒന്ന് കുത്തുന്ന രീതിയിൽ സംസാരിക്കാനും തുടങ്ങി. ഇതിനുള്ള ചെറിയൊരു മറുപടിയും കൂടി കൊടുത്ത് ടേണർ ആ സ്ഥലത്ത് നിന്ന് മെല്ലെ നടന്നു പോവുകയാണ്. ഈ രംഗം കണ്ടുകൊണ്ട് നയാവാസ്കസ് മിൽച്ചിനോട് ചോദിക്കുകയാണ്, ആരാണ് ജില്ലിന്റെ കൂടെ നിൽക്കുന്നത്? അപ്പൊ മിൽച്ചാണ് പറയുന്നത്, അത് ടേണറുടെ വൈഫിന്റെ ഇപ്പോഴത്തെ ഭർത്താവാണ്. ഇവർക്കൊരു കുട്ടി ഉണ്ടായിരുന്നു, കാലബ്. ഫിസിക്കലി ചലഞ്ചഡ് ആയിരുന്നു. അവൻ മരിച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ജിൽ ഇയാളെ കല്യാണം കഴിച്ചതാണ്. കാലബിന്റെ കാര്യം കേട്ടപ്പോൾ നയാവാസ്കസ് കൂടുതൽ ഷോക്ക്ഡ് ആയി. ഇത്ര ദിവസമായിട്ടും കൂടെ വർക്ക് ചെയ്തിട്ട് ടേണറിന്റെ അടുത്ത് നിന്ന് ഇത്തരത്തിലൊരു സ്റ്റോറി കേട്ടതേ ഇല്ല. പല രംഗങ്ങളിലും
ദിവസങ്ങളിലും ടേണറിന്റെ കൂടെ കഥകൾ കേൾക്കാനും യാത്ര ചെയ്യാനും കാലബ് ഉള്ളതുപോലെയാണ് ഫീൽ ചെയ്തത് ത്രൂ ഔട്ട് സിനിമയിൽ. മിൽച്ചാണ് ഈ കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നത്. ഇവിടെ ആ കുട്ടി മരണപ്പെട്ടു. ഒരു 5-6 വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു. ജില്ലും ടൈനറും ഓൾമോസ്റ്റ് എല്ലാ സമയങ്ങളും പുറത്തായിരുന്നു. കുട്ടിയെ നോക്കാൻ എപ്പോഴും അവരുണ്ടായിരുന്നില്ല. അപ്പൊ പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു കിഡ്നാപ്പേഴ്സ് ആയിട്ടുള്ള ആരോ ഒരു ഗ്യാങ് ആ കുട്ടിയെ കൊണ്ടുപോകുന്നത്. പിന്നീടുള്ള ദിവസങ്ങളിൽ കാലബിനെ തിരയാത്ത സ്ഥലങ്ങളില്ല. 2 ദിവസത്തിന് ശേഷം തൊട്ടടുത്തുള്ള ലേക്കിന്റെ സൈഡിൽ നിന്നാണ് കാലബിന്റെ ഡെഡ് ബോഡി ലഭിക്കുന്നത്. അത് കണ്ടുപിടിക്കുന്നത് ടേണർ തന്നെ. അതിനുശേഷം അയാൾ ഇങ്ങനെയാണ് ഏതു നേരം മദ്യപിച്ചുകൊണ്ടും തന്റെ ഒഫീഷ്യൽ ഹൈക്ക് കാര്യങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ടും ഉള്ളൊരു ജീവിതം. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ പൃഥ്വിരാജിന്റെ മെമ്മറീസ് ഫിലിമിന്റെ പല എലിമെന്റ്സ് നമുക്ക് ഫീൽ ചെയ്യാം ഇവിടെ. മിൽച്ചു വരെ ടേണർ പറയുന്നത് അയാളുടെ തലയിൽ ഇപ്പം മറ്റൊന്നുമില്ല. അത്രയ്ക്ക് ക്ലെവർ ആയിട്ടുള്ള ഒരാൾ ആ ഒരു ഇൻസിഡന്റോട് കൂടി ഇങ്ങനെ അതപ്പതിക്കുകയാണ് ചെയ്തത്. ഹി ലോസ്റ്റ് സംവെയർ ഇൻ ദ വേൾഡ്. എവിടേക്കോ എന്തൊക്കെയോ നഷ്ടപ്പെട്ട പോലെ തന്റെ ജീവിതത്തിന് ഒരു അർത്ഥവും ഇല്ലാത്ത തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ആ നിൽപ്പ്. അവളുടെ ബോഡി ലാംഗ്വേജിൽ മുഴുവൻ അയാളോടുള്ള സിമ്പതിയാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഇതിനിടയിൽ അവരുടെ ഇടയിലേക്ക് ഓടി വന്ന അവളുടെ മകനായ ഗയലിനെ അവൾ ടേണറിന് പരിചയപ്പെടുത്തുന്നു. ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാതെ ടേണർ അവിടുന്ന് സ്കിപ്പ് ആയി പോവുകയാണ്. നാഷണൽ പാർക്കിന്റെ കാടിന് നടുവിലുള്ള ഒരു വെള്ളച്ചാട്ടത്തിന്റെ നടുവിലേക്ക് ഒരു 4-5 ഫ്രണ്ട്സ് ഒരു ടൂർ വന്നായിരുന്നു. അതിന്റെ ഒത്ത നടുവിലേക്ക് വെള്ളമുള്ള ഭാഗത്തേക്ക് മാത്രമായി ഒരു പെൺകുട്ടി ഓടി വന്ന് ചാടി അവളുടെ കറേജ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നോർമലി ആണുങ്ങൾ വരെ ചെയ്യാൻ പൊതുവെ ഭയക്കുന്ന ഈ ജമ്പിങ്ങിന്റെ ഭീകരത വെള്ളത്തിന്റെ അടിത്തട്ടിലേക്ക് അവൾ പോയി വീണ്ടും മുകളിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് കാണികൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. വെള്ളത്തിന് മുകളിലേക്ക് വന്നതിന് ശേഷം അവൾ നീന്തി കരയ്ക്കെടുക്കാൻ നോക്കുമ്പോഴാണ് കാഴ്ച കാണുന്നത്. പാറക്കെട്ടുകളുടെ ഇടയിലൂടെ ടെഡിയുടെ ഡെഡ് ബോഡിയാണ് അവളുടെ അടുത്തേക്ക് വന്നത്. ഈ സമയം വാസ്കോസ് വൈൽഡ്വുഡ് അഡ്വഞ്ചറസ് ക്യാമ്പേഴ്സിലുള്ള ഓരോ ആളുകളുടെ ക്യാമ്പ് ഐഡി ചെക്ക് ചെയ്തുകൊണ്ട് ജെയിൻ ഡേയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ കൂടെ തന്നെ അവളുടെ മകനായ ഗയൽ ഓഫീസിൽ ഉണ്ട്. അതിലൊരു പേര് ക്രിസ്റ്റി ക്ലാർക്ക്. അവൾ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് അവളുടെ കയ്യിലുള്ള ഡെഡ് ബോഡിയുടെയും ഈ പെൺകുട്ടിയുടെ പ്രൊഫൈൽ പിക്കും തമ്മിൽ മാച്ച് ആവാത്ത പോലെ ഫീൽ ചെയ്യുകയും ആ പേരും ക്ലോസ് ചെയ്യുന്നു. അടുത്ത രംഗത്തിൽ മിസ്റ്റർ ടേണറും സംഭവസ്ഥലമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൂടെ ഹോഴ്സ് റൈഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഷൂ ട്രാക്ക് കൂടി അദ്ദേഹത്തിന് കിട്ടുന്നു. അതുകൂടി അയാൾ ഫോട്ടോ എടുക്കുകയാണ്. ലൂസി കുക്ക് എന്ന അടുത്ത പേരിലൂടെ സെർച്ച് ചെയ്യുമ്പോൾ അതൊരു 7 വയസ്സായ പെൺകുട്ടി യോസെമിറ്റ് നാഷണൽ പാർക്ക് തന്നെ മിസ്സിംഗ് ആയ ന്യൂസ് ആണ് കാണുന്നത്. പക്ഷെ ആ ന്യൂസിന് ഒരു 15 വർഷത്തെ പഴക്കമുണ്ട്. അന്നൊരു 7 വയസ്സായ പെൺകുട്ടിയുടെ ഫോട്ടോ നെറ്റിൽ നിന്ന് ലഭിക്കുകയും ആ ഫോട്ടോയിൽ എന്തോ ഒരു സ്പാർക്ക് ഈ ഒരു കുട്ടിയുമായി ഉണ്ടെന്നുള്ള ഇന്റൻഷനലി ഫേസ് റെക്കഗ്നിഷൻ ടീമിലേക്ക് ഈ 2 ഫോട്ടോകളും അയക്കുകയാണ്. മറ്റൊരു ഷൂ പ്രിന്റിൽ സിമിലാരിറ്റീസ് ചെക്ക് ചെയ്യാൻ വേണ്ടി തന്റെ കയ്യിലുള്ള മറ്റൊരു ഷൂ കൂടി വെച്ചുകൊണ്ട് ചെക്ക് ചെയ്യാണ്. ടേണറുടെ യാത്ര ശരിയാണോ എന്ന രീതിയിൽ തോന്നിപ്പിക്കുന്ന വിധത്തിലായിരുന്നു ഓരോ രംഗങ്ങളും. ഇലയുടെ കൊമ്പുകൾക്കിടയിൽ നിന്നും മുടിയുടെ സാമ്പിൾസ് കൂടി കിട്ടുന്നു. ടേണറിന് മറ്റൊരു ഡെഡ് ബോഡി കൂടി നാഷണൽ പാർക്കിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരം കൂടി ലഭിക്കുകയാണ്. അടുത്ത രംഗത്തിൽ മിൽച്ചും ടേണറും ഇത് ടെഡി ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. ഈ എക്സാക്ട് മൊമെന്റിൽ ടേണറിന് ഒരു കോൾ വരുന്നു. നയ വാസ്കസിന്റെ വക. ജെയിൻ ഡോയെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ഇതേപോലുള്ള വീഡിയോകൾക്കായി മൂവി ഫ്രൂക്സിലേക്ക് കൂടിക്കോളൂ. കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.